ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 44-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട്, അച്ചോ, ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ലല്ലോ, യാന്ത്രികതയിലൂടെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്, ഒരു പുരോഗതിയും ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല. രാവിലെ ഉണരുന്നു, ഈ ഉണരുക എന്ന് തന്നെ ഉള്ളത് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങിയും ഉറങ്ങാതെയൊക്കെയാ രാവിലത്തെ വെട്ടം കാണുക. അങ്ങനെ സൂര്യപ്രകാശമൊക്കെ കാണുമ്പം പതുക്കെ എഴുന്നേറ്റ് വരുന്നു. വലിയ ഭാരവാ, വലിയ അസ്വസ്ഥതയാ ജീവിതത്തിൽ. എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ജീവിതം തകർന്നു പോകുന്നു എന്ന് പോലും ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന്. ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള പല വ്യക്തികളും പലതരത്തിലുള്ള അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. വലിയ വിദ്യാഭ്യാസമുള്ള എന്നാൽ പ്രാർത്ഥനാ ചൈതന്യത്തിലൊക്കെ നിലനിന്നിരുന്ന വ്യക്തികളുണ്ട്. ഒരു കാലയളവിൽ അവയെല്ലാം മാറി യുക്തിസഹജമായ ചിന്തകളും അതോടൊപ്പം തന്നെ തങ്ങൾ വിചാരിക്കുന്നതൊക്കെയാണ് ശരിയെന്ന തോന്നലുകളുമെല്ലാം ജീവിതത്തിൽ കടന്നുകൂടി ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ, സന്തോഷമൊന്നും അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നൈമിഷിക സുഖങ്ങളുടെ പുറകെ പോയ വ്യക്തികൾ, അങ്ങനെ ശരിയേത് തെറ്റേത് എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥകൾ, അങ്ങനെ പലതരത്തിലുള്ള അടിമത്തങ്ങളിലേക്ക് അവർ പതുക്കെ പതുക്കെ വീഴുകയാണ് ചെയ്യുന്നത്. ചിലരൊക്കെ പറഞ്ഞത് ഇപ്രകാരമാണ്, ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ആഴ്ചകളിലൊക്കെ ഈ കാണുന്നതും ഈ ചെയ്യുന്നതും തെറ്റാണെന്ന് അറിയാമായിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഏകാന്തത പിടികൂടുമ്പോൾ, തിരക്കേറിയ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരല്പം ആശ്വാസത്തിനായി, നൈമിഷിക സുഖത്തിനായി പലതിൻ്റെയും പിറകെ പായുകയാണ്. ഒന്നിനും അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. വലിയ വേദനയോടെ മുമ്പോട്ട് പോവുകയാണ്. ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. കുടുംബാംഗങ്ങളും ജീവിത പങ്കാളിയൊക്കെ പലപ്പോഴും ഉപദേശിക്കാറുണ്ട്, ഇവയിൽ നിന്നൊക്കെ വിട്ടുമാറണമെന്നൊക്കെ. പക്ഷേ സാധിക്കുന്നില്ല. അച്ഛാ, എന്താ ചെയ്യേണ്ടത്? ഇതുപോലെയുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന ധാരാളം വ്യക്തികളുണ്ട് ഈ ലോകത്തിൽ. സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തെയും സ്പർശിക്കുന്നുണ്ടാവാം. ജീവിതത്തിൽ അടിമപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. നൈമിഷിക സുഖങ്ങൾ അതിൻ്റെ പിറകെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം അവസാനം നമ്മുടെ തന്നെ അവസാനമാണെന്നറിയാം. നൈമിഷിക സുഖങ്ങൾ മാത്രമേ ഉള്ളൂ, ശാശ്വതമായ സന്തോഷമൊന്നും അനുഭവിക്കാൻ പറ്റില്ല എന്നും ഒക്കെ അറിയാം. പക്ഷേ ഈ സുഖങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനസ്സും ശരീരവും എത്തിച്ചേർന്ന സ്ഥിതിവിശേഷം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് സാഹചര്യത്തിലിരുന്ന് ഈ വചനം കേൾക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ദൈവമേ, അടിമപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ട്. ഈ യാന്ത്രികതയിലൂടെ, നിസ്സംഗതയിലൂടെ കടന്നുപോയ നിമിഷങ്ങളുണ്ട്. നാഥ, സമർപ്പിക്കുന്നു, അങ്ങ് ഏറ്റെടുക്കണമേ. പ്രത്യേകിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞാൻ സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവരുടെ നല്ല മനസ്സിനെ അനുഗ്രഹിക്കണമേ, നല്ല ചെയ്തികളെ അങ്ങ് അനുഗ്രഹിക്കണമേ. തെറ്റായ വഴികളിലൂടെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാഥ, തിരിച്ചറിവ് കൊടുക്കണമേ. ശരി തെറ്റ് തിരിച്ചറിഞ്ഞ് അങ്ങിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു
മനസ്സ്, കുരിശിൻ്റെ തണലിൽ അഭയം തേടുവാനുള്ള ഒരു മനസ്സ് അവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം വിദേശ രാജ്യത്തേക്ക് പോയി ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുവാനായിട്ട് ആരംഭിച്ചു. ജീവിതം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയിലേക്ക് പ്രവേശിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം. പതുക്കെ ചൂതുകളിലേക്ക് മാറുകയാണ് ചെയ്തത്. ആദ്യ ആഴ്ചകളിലൊക്കെ വലിയ നഷ്ടമുണ്ടായി. പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന് ആ നഷ്ടങ്ങളൊക്കെ നികത്താൻ പറ്റി. അത് മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം സമ്പാദിച്ചു. ഏകദേശം 1.5 വർഷം ഇതിൻ്റെ ക്രേസിലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, സമ്പത്ത് ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി. പക്ഷേ ഈ കളിയിൽ നിന്ന് മാറാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. കാരണം അടിമപ്പെട്ടു പോയി. സമ്പത്തിനോട് വലിയൊരു സ്നേഹം തോന്നി. ഇനിയും പുതിയ കാര്യങ്ങളൊക്കെ നേടാൻ പറ്റുമെന്നൊരു തോന്നലുകൾ, ആൾക്കാരുടെ മുന്നിൽ ഞാൻ വലിയൊരു മനുഷ്യനായി തീർന്നു എന്ന തോന്നലൊക്കെ ഉണ്ടായി. വീണ്ടും വീണ്ടും ഞാൻ ആ കളിയിലേക്ക് പോകുന്നു, പന്തയം വയ്ക്കുന്നു, വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അടിക്കടി ഉയർച്ചകൾ മാത്രം. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ 1.5 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ എല്ലാ സമ്പത്തും നഷ്ടമായി. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ എല്ലാം തന്നെ, സ്ഥാപനങ്ങളൊക്കെ വിൽക്കേണ്ടി വന്നു. എന്തിനേറെ, അദ്ദേഹത്തിൻ്റെ കേരളത്തിലുള്ള ഒരു വീടുണ്ട്, അതുപോലും വിറ്റ് കടക്കാർക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. പിന്നെയുള്ള മുമ്പോട്ടുള്ള ഒരു ജീവിതമാണ്. ഒന്നേന്ന് തുടങ്ങണം. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും 2 മക്കളും കൂടെയുണ്ട്. ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, ജീവിതം കൈവിട്ടുപോയി എന്ന് തോന്നിയ നിമിഷങ്ങൾ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങളിൽ എന്നെ സഹായിച്ചത് എൻ്റെ ജീവിത പങ്കാളിയും ആ മക്കളുമാണ്. അവരുടെ പ്രാർത്ഥന, ജീവിത പങ്കാളിയുടെ ചെറിയൊരു ജോലി, ഞങ്ങൾ വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. പതുക്കെ പതുക്കെ മുമ്പോട്ട് കയറി വരികയാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക്. സ്നേഹമുള്ളവരെ, പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇപ്രകാരമാണ്: ധാരാളം സമ്പാദിക്കണമെന്ന ചിന്ത. സമ്പാദിക്കണം, വേണ്ട എന്നല്ല അച്ഛൻ പറയുന്നത്. പക്ഷേ തലമറന്ന് എണ്ണ തേക്കുവാനായി ശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കൈവിട്ട് പോവുകയാണ്. ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ അടിത്തറ ഇളകുന്നത്, കാണാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു. നമ്മൾ കാണുന്നു, പക്ഷേ കാണുന്നതെല്ലാം ഉള്ളിലേക്ക് ആവഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരുതരം ആത്മീയ അന്ധതയിലൂടെ കടന്നു പോകുന്നു. ഈ സ്ഥിതിവിശേഷങ്ങളെയും അടിമത്തങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ സാധിക്കണം. ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ജീവിതത്തിൽ ഏകാന്തതയിലൂടെ കടന്നു പോകുമ്പോഴാണ് എല്ലാവർക്കും നൈമിഷിക സുഖങ്ങളുടെ പിറകെ പോകാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുക. ചില വ്യക്തികളൊക്കെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരിക്കാം. മറ്റു വ്യക്തികളൊക്കെ ഓൺലൈനിലേക്ക് തിരിഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യുവാനായിട്ട്, മോശമായ ചിത്രങ്ങൾ കാണുവാൻ, പലതരത്തിലുള്ള ഗെയിമുകളിലൂടെ മുമ്പോട്ട് പോകുവാൻ, അങ്ങനെ ജീവിതം മരവിച്ചു പോയ ഒത്തിരി വ്യക്തികളുണ്ട് നമ്മുടെ ചുറ്റുപാടും. സ്നേഹമുള്ളവരെ, ജീവിതം തകർന്നടിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയൊന്ന് കയറി വരുവാനായിട്ട് സാധിക്കും? വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. ഇപ്പോൾ ജൂൺ ജൂലൈ മാസമാണ്. ഈ മാസങ്ങളിൽ, പ്രത്യേകിച്ച് ജൂലൈ മാസങ്ങളിലൊക്കെയാണ് ഡിഗ്രിക്കുള്ള അഡ്മിഷൻസൊക്കെ ആരംഭിക്കുകയും നമ്മുടെയൊക്കെ കുട്ടികൾ കോളേജുകളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. സാധാരണ ജീവിത അന്തരീക്ഷമൊക്കെ വിട്ട്
കോളേജുകളിലേക്കും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലേക്കൊക്കെ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കൾക്ക് ആശങ്കയുണ്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച്. അങ്ങനെ പോകുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വചനമാണ് ഞാൻ മേൽ പറഞ്ഞത്. അവരോട് പറയണം, ഒന്നിനും എന്നെ അടിമപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന ഒരു തീരുമാനം പൗലോസ് അപ്പോസ്തലനെ പോലെ എടുക്കാൻ, അങ്ങനെ മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കണം. കാരണം കൂടെയുള്ള വിദ്യാർത്ഥിനികളുടെ സ്വാധീനം ഈ മക്കളുടെയൊക്കെ ജീവിതത്തെ ബാധിക്കാം. ഒരുപക്ഷെ അവർ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാം. സ്നേഹമുള്ളവരെ, അവരോട് പറയണം, ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, ഒന്നിനും എന്നെ അടിമപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന്. കാരണം നമ്മുടെയൊക്കെ ജീവിതം ദൈവം തന്നതാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. നമുക്കറിയാം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്. നമുക്കൊക്കെ പരിചയമുള്ള ഒരു വചനം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. സ്നേഹമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, അതിൽപ്പെട്ട് വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന മക്കൾ ധാരാളമാണ്. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്ന മക്കൾ, ചില മക്കളൊക്കെ ഇതിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പഠനത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം കൂട്ടുകാരൊക്കെ പറയും, ഈ പറയുന്ന ഒരു സാധനം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ വലിയൊരു ഊർജം കിട്ടും, വലിയൊരു ശക്തി കിട്ടുമെന്നൊക്കെ. പിന്നെ അവർക്ക് ഇതൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകുവാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ. 1-2 മാസം കഴിയുമ്പം ജീവിതം തകർന്നുവെന്ന സ്ഥിതിവിശേഷം. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നില്ല, ഒരു സന്തോഷവും അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ധാരാളമാണ്. ആയതിനാൽ ജീവിതം നമ്മുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ തകർന്നടിയുന്നു. ചിലപ്പോൾ നമ്മൾക്ക് തിരിച്ചു വരാം, ദൈവമേ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഓരോ ദിവസവും നമ്മുടെയൊക്കെ മുൻപിലുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളുമൊക്കെ നമുക്കറിയാം. അവയെല്ലാം ദൈവത്തിന് മുമ്പിൽ കൊടുക്കണം. ഈശോയ്ക്ക് മാത്രമേ ശാശ്വതമായ സന്തോഷവും സമാധാനവും ഒക്കെ തരാനായിട്ട് പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഉയരാനായിട്ട് സാധിക്കുന്നില്ല മാനുഷികമായ ദൃഷ്ടിയിൽ. എന്നാൽ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം, അത് മാത്രം മതി പ്രിയപ്പെട്ടവരെ ഉയരങ്ങളിലേക്ക് ഉയരാൻ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ മുൻപിൽ, കുടുംബക്കാരുടെ മുൻപിൽ നമ്മൾ വട്ടപൂജ്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ ചിന്ത ദൈവത്തിന് കൊടുത്താൽ മതി. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. പരീക്ഷയിൽ അല്പം മാർക്ക് കുറഞ്ഞാലും കഠിനാധ്വാനം ചെയ്തു, പക്ഷേ മാർക്ക് അധികം ലഭിച്ചില്ല. അധ്വാനിച്ചു, പക്ഷേ ബിസിനസ്സിൽ വലിയ വിജയമൊന്നും നേടാനായിട്ട് സാധിച്ചില്ല. വേദനിക്കണ്ട, വിഷമിക്കണ്ട, ദൈവം കൂടെയുണ്ട്. കാരണം ഉദ്ദേശിച്ചതുപോലെ ഒരു വലിയൊരു അഭിവൃദ്ധിയിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അത് മാത്രം മതി. അതാണ് ജീവിതത്തിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ച് വരുത്തരുത് എന്ന്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ തെറ്റുകളിലൂടെ മരണത്തെ ക്ഷണിച്ച് വരുത്തരുത് എന്ന്. എത്രയോ ബാല്യങ്ങൾ, എത്രയോ ജീവിതങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വഴിതെറ്റിപ്പോയ അവസ്ഥ. എത്രയോ പേര് പലതരത്തിലുള്ള അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്നു, സെല്ലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ മാരകമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടാതെ എത്രയോ പേര് തേങ്ങുന്നു. ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ പോയാൽ ജീവിതം ഇല്ലാതായിത്തീരുമെന്ന്. പക്ഷേ അവരുടെ മനസ്സിനെ അവർക്ക് കേന്ദ്രീകരിക്കാനോ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനോ സാധിച്ചില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകാതെ, ദൈവമേ
ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുകൊള്ളണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കോവിഡിന് മുമ്പുള്ള കാലഘട്ടം, കോവിഡിന് ശേഷമുള്ള കാലഘട്ടം, ഈ കാലഘട്ടങ്ങളിലുണ്ടായ ഒരു വ്യതിയാനം, കോവിഡിന് ശേഷമുള്ള കാലഘട്ടം, ഈ അവസരങ്ങളിൽ മിക്ക വ്യക്തികളും സ്വയം ഒതുങ്ങിക്കൂടാനായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം വർക്ക് അറ്റ് ഹോം, ഓൺലൈനിലൂടെ പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാം, അങ്ങനെ ചുരുങ്ങി ഇല്ലാതായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പഠനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: ഈ കാലഘട്ടത്തിന് ശേഷം പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഒരുപാടാണ്. പലർക്കും പകല് ആണ് ഉറക്കം, രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ്. ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരോടോ പ്ലസ് ടു പഠിപ്പിക്കുന്ന ടീച്ചർമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും, അച്ചോ, വിദ്യാർത്ഥികളൊക്കെ ക്ലാസ്സിൽ വന്നിരുന്ന് കുറച്ച് കഴിയുമ്പം ഉറക്കം തൂങ്ങുന്നത് കാണാം, ഒരു ഊർജ്ജസ്വലത ഇല്ലാതെ ഇരിക്കുന്നത് കാണാം. അവരോടൊക്കെ അവർ സംസാരിക്കുമ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ പ്രകാരമാണ്. അതായത് രാത്രിയിൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഫുൾ ടൈം ഓൺലൈനിലാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം. നമ്മുടെയൊക്കെ ചില മക്കൾ രാത്രിയിൽ പരമാവധി ഉണർന്നിരിക്കുന്നു, പകല് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, സമൂഹം അത് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ അപകടം. പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഉറക്കം ഉണർച്ചകളെ നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിലെ പീനിയൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം സുസാധ്യമാകണമെങ്കിൽ ഇരുട്ട് വേണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഒരു വ്യക്തി 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയം നീണ്ട ഒരു ഉറക്കം, തടസ്സങ്ങളില്ലാത്ത ഒരു ഉറക്കം നടത്തുവാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ അവൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി വരികയുള്ളൂ. എന്നാൽ ഈ രാത്രി മുഴുവൻ ഉറക്കളിച്ച് ഇരിക്കുകയും പകല് കുറച്ചു സമയം ഉറങ്ങും, പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ മുമ്പോട്ട് പോകുമ്പം മനസ്സിൻ്റെ ആ സന്തുലനമായ അവസ്ഥ നഷ്ടപ്പെടുന്നു എന്നാണ് പഠനങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് മാനസികവും ശാരീരികവുമായ ഭവിഷ്യത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവരുടെ കോപം അവർക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, വികാരങ്ങളുടെ മാനേജ്മെന്റ് അത് സാധ്യമല്ലാതായി വരുന്നു, പിന്നെ ജീവിതം കൈവിട്ടുപോയി എന്ന തോന്നലുകളിലേക്ക് വരും. മനഃശാസ്ത്രജ്ഞന്മാര് ഇതിനെ ജീവിതശൈലി രോഗമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഇപ്പോഴത്തെ തലമുറ മാത്രമല്ല, നമ്മുടെ അവസ്ഥയും എങ്ങനെയാണ്? ഒരുപാട് സമയം ഉറങ്ങാതെ അടിമപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ടോ? എങ്കിൽ ഓർക്കുക, ജീവിതം പതുക്കെ നമ്മുടെ കൈവിട്ട് പോവുകയാണ്. ആ നല്ലൊരു ബോധ്യങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജീവിതം കൈവിട്ടു പോകാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്ക്രീനിൽ കാണുന്നതെല്ലാം ശരിയാണ്, അവയാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. കരുണ, സ്നേഹം, ആർദ്രത ഇവയ്ക്കൊക്കെ മൂല്യം കുറഞ്ഞുപോയോ എന്നൊരു തോന്നൽ, പ്രതികാരം അതിന് മാത്രമാണ് വിലയുള്ളത്, അത് മാത്രമാണ് മറ്റുള്ളവർ വിലമതിക്കുന്നു എന്ന ഒരു ചിന്ത അറിയാതെ എവിടെയോ വന്നുകൂടിയിരിക്കുന്നു. ആ ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ജീവിതം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാലയളവിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന റോബർട്ട് മുള്ളൂർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെയാണ് അദ്ദേഹം അത് പ്രതിപാദിച്ചിരിക്കുന്നത്. ക്ഷമിക്കാൻ തീരുമാനിക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതവും പരമോന്നതവുമായ രൂപമാണ് മാപ്പ് നൽകൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ചില കാര്യങ്ങൾ, ക്ഷമിക്കുമ്പോൾ പ്രതിഫലമായി നമുക്ക് ലഭിക്കുന്നത് അതിരില്ലാത്ത സന്തോഷവും അതിരില്ലാത്ത സമാധാനവുമാണ് എന്ന്. അദ്ദേഹം ആ കവിത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആ സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ ക്ഷമിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, ഇതാണ് വേണ്ടത്. പ്രതികാര ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഈ കാലയളവിലെ പലതരത്തിലുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും പ്രതികാരം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്, മറ്റുള്ളവരെ എങ്ങനെയും നശിപ്പിച്ചു കളയണമെന്ന ചിന്തയോടുകൂടെ മുമ്പോട്ട് പോകുന്നവർ,
ഇവർക്കൊക്കെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കാനായിട്ട് സാധിക്കുമോ? അവിടെയാണ് ഈ റോബർട്ട് മുള്ളൂർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, കുരിശിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുരിശിൻ്റെ തണലിൽ നമുക്ക് അഭയം തേടുവാനായിട്ട് സാധിക്കട്ടെ. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിതം കൈവിട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഒരു തിരിച്ചറിവിലേക്ക് വരാനായി ശ്രമിക്കാം. തെറ്റേതാണ് ശരിയേതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. എവിടെയാ പാളിപ്പോയത്? നമ്മുടെ പ്രിയപ്പെട്ടവർ ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവരെ ഒന്ന് കേൾക്കാനായിട്ട്. കൂടെയുള്ളവർ ധാരാളം പ്രഷർ നൽകുമ്പോൾ എൻ്റെ ജീവിതം ദൈവം തന്നതാ, പൗലോസ് അപ്പോസ്തലനെ പോലെ ഒന്നിനും എന്നെ അടിമപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ആ ആലയം പരിശുദ്ധമായി ഞാൻ സൂക്ഷിക്കുമെന്ന വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാനായിട്ട്. ഈ പ്രസിദ്ധനായ റോബർട്ട് മുള്ളൂർ പറഞ്ഞു വെച്ചതുപോലെ ക്ഷമിക്കാനുള്ള ഒരു ധൈര്യം ആർജിക്കുവാനായിട്ട്, ഒന്ന് ക്ഷമിക്കാൻ, വിട്ടുകൊടുക്കാൻ, അതുവഴി ആർക്കും തരാൻ സാധ്യമാകാത്ത ആന്തരിക സന്തോഷവും സമാധാനവും നേടിയെടുക്കുവാനായിട്ട്, അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുവാൻ. തകർന്നു പോയി എന്ന് പറയുന്ന ജീവിതത്തെ അവയൊക്കെ ഒന്ന് മാറ്റി, ആ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി, എൻ്റെ ജീവിതം എനിക്കൊരു ഹരമാണ്, എൻ്റെ ജീവിതം എൻ്റെ മുമ്പിൽ വെല്ലുവിളിയാണ്, പക്ഷേ ഞാനതിനെ നേരിടും, എൻ്റെ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ മുന്നേറുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ കേൾക്കുന്ന ചില വ്യക്തികളൊക്കെ അവരുടെയൊക്കെ സങ്കടങ്ങൾ നാഥാ സമർപ്പിക്കുക. ജീവിതം തകർന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ അങ്ങ് പ്രതീക്ഷ നൽകണമേ, അങ്ങ് കൂടെ ഉണ്ടാകണമേ. അടിമത്തങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ.